കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗം ചേരുന്നത്. ഇപ്പോൾ നേതാക്കളെല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഇന്നായിരുന്നു വിശാല യോഗം ചേരുവാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷേ നിരവധി പ്രധാന നേതാക്കൾ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് ഇന്നത്തെ യോഗം മാറ്റിവെച്ചത്. തുടർന്ന് പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗം ഇന്ന് ചേരുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വിശാല യോഗം ഈ മാസം 3-ാം വാരത്തിൽ നടക്കുമെന്നാണ് ഇന്ത്യ സഖ്യം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട്. എളമരം കരീം, NK പ്രേമചന്ദ്രൻ, ലലൻ സിംഗ്, പ്രമോദ് തിവാരി, ET മുഹമ്മദ് ബഷീർ, രാംഗോപാൽ യാദവ്, കൊടിക്കുന്നിൽ സുരേഷ്, ജോസ് കെ മാണി, അതുപോലെ തന്നെ ജയന്ത് സിംഗ്, രാഘവ് ചദ്ദ തുടങ്ങിയ നേതാക്കളെല്ലാം ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിലപാടിൽ ഈ സഖ്യത്തിലെ നിരവധി പാർട്ടികൾക്ക് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്. എന്തായാലും ഈ അതൃപ്തികളെല്ലാം ഇന്ന് ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ഒരുമിച്ച് പോരാടിയിരുന്നെങ്കിൽ BJPയെ തറപറ്റിക്കാമെന്നൊരു വിലയിരുത്തൽ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലുണ്ട്. ഇതുമായി പരസ്യമായി വിമർശനം ഉൾപ്പെടെ പല നേതാക്കളും ഉയർത്തിയിരുന്നു. നമുക്കറിയാം, മധ്യപ്രദേശിൽ സമാജ്വാദി പാർട്ടി സീറ്റുകൾ ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും അതൊന്നും കോൺഗ്രസ് അംഗീകരിക്കുന്ന നിലപാടിലേക്ക് പോയിരുന്നില്ല. സമാജ്വാദി പാർട്ടി അധ്യക്ഷനെ പരസ്യമായി പരിഹസിക്കുന്ന നിലപാടിലേക്ക് കമൽനാഥ് പോയിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഉൾപ്പെടെ ഇന്ന് ചർച്ചകൾ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത വിശാല യോഗത്തിൽ ഈ കൂടുതൽ ശക്തി ആർജിച്ച് BJPക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുവാനാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. നിരവധി നേതാക്കൾ ഇന്ത്യ സഖ്യം ശക്തമായി മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരുന്നു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് പറഞ്ഞത് ഇന്ത്യ സഖ്യം ഭാവി പരിപാടികളെ കുറിച്ച് ആലോചിക്കുകയാണ്, തങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് നിതീഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു. പ്രധാനമായും മമതാ ബാനർജി തന്റെ അസൗകര്യം അറിയിച്ചത് ഇത്തരത്തിൽ തനിക്ക് മുൻകൂട്ടി ഒരു അറിയിപ്പ് ലഭിച്ചില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ നിതീഷ് കുമാർ അസുഖബാധിതനായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതെന്ന് അറിയിച്ചത്. പക്ഷേ BJP നടത്തിയ പ്രചാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തുടരുന്നു, കോൺഗ്രസിന്റെ നിലപാടുകൾക്കെതിരെ മറ്റ് പാർട്ടികൾ വരുന്നുവെന്ന ആരോപണം പ്രധാനമായും BJP ആരോപിച്ചിരുന്നു. എന്തായാലും ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു കണ്ടു തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ പുരോഗമിക്കുകയാണ്. ഈ മാസം 3-ാം വാരത്തിൽ ഇന്ത്യ മുന്നണിയുടെ വിശാല യോഗവും ചേരും. അനീഷ. ശരി, ഇന്ത്യ സഖ്യത്തിലെ പാർലമെന്ററി പാർട്ടി പ്രതിനിധികളുടെ യോഗം പുരോഗമിക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലാണ് യോഗം നടക്കുന്നത്. വിവരങ്ങൾ നൽകിയത് PR അരവിന്ദാണ്.